ഓം ശാന്തി. 28/12/25 പ്രഭാത മുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 18/3/2008 മധുബൻ. കാരണം എന്ന വാക്കിനെ നിവാരണത്തിലേക്ക് പരിവർത്തനപ്പെടുത്തി മാസ്റ്റർ മുക്തിദാതാവാകൂ. സർവരിലും ബാബയുടെ കൂട്ടുകെട്ടിൻ്റെ നിറം പതിപ്പിച്ച് സമാനം ആകുന്നതിൻ്റെ ഹോളി ആഘോഷിക്കൂ. ഇന്ന് സർവ ഖജനാവുകളുടെയും അധികാരിയായ ബാബ്ദാദ തൻ്റെ 4 ഭാഗത്തുമുള്ള ഖജനാവുകളാൽ സമ്പന്നമായ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ കുട്ടിയുടെയും ഖജനാവിൽ എത്ര ഖജനാവുകൾ ശേഖരിക്കപ്പെട്ടു എന്നത് കണ്ട് ഹർഷിതമാവുകയാണ്. ഖജനാവുകൾ എല്ലാവർക്കും ഒരേ സമയത്ത് ഒരേപോലെ ലഭിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും എല്ലാ കുട്ടികളുടെയും ശേഖരണത്തിൻ്റെ കണക്ക് വ്യത്യസ്തമാണ്. എന്നാൽ സമയമനുസരിച്ച് ഇപ്പോൾ ബാബ്ദാദ എല്ലാ കുട്ടികളെയും സർവ ഖജനാവുകൾ കൊണ്ടും സമ്പന്നമായി കാണുവാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ ഖജനാവുകൾ ഇപ്പോൾ ഒരു ജന്മത്തേക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല. ഈ അവിനാശി ഖജനാവുകൾ അനേകം ജന്മം കൂടെ വരുന്നവയാണ്. ഈ സമയത്തെ ഖജനാവുകളെക്കുറിച്ച് എല്ലാ കുട്ടികളും അറിയുന്നുണ്ട്. ബാബ്ദാദ എന്തെല്ലാം ഖജനാവുകളാണ് നൽകിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മുന്നിൽ വന്നു കഴിഞ്ഞു. എല്ലാവരുടെയും മുന്നിൽ ഖജനാവുകളുടെ ലിസ്റ്റ് എമർജായല്ലോ. കാരണം ബാബ്ദാദ മുൻപും പറഞ്ഞു തന്നിട്ടുണ്ട്, ഖജനാവുകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ശേഖരിക്കുന്നതിനുള്ള വിധി എന്താണ്? ആര് എത്രത്തോളം നിമിത്തവും വിനയം ഉള്ളവരും ആകുന്നുവോ അത്രയും തന്നെ ഖജനാവുകൾ ശേഖരിക്കപ്പെടുന്നു. അപ്പോൾ ചെക്ക് ചെയ്യൂ, നിമിത്തവും വിനയമുള്ളവരും ആകുന്നതിൻ്റെ വിധിയിലൂടെ നമ്മുടെ കണക്കിൽ എത്ര ഖജനാവുകൾ ശേഖരിക്കപ്പെട്ടു. എത്ര ഖജനാവുകൾ ശേഖരിച്ചിട്ടുണ്ടാകുമോ അത്രയും അവർ നിറഞ്ഞവരായിരിക്കും. അവരുടെ പെരുമാറ്റത്തിലൂടെയും മുഖത്തിലൂടെയും നിറഞ്ഞ ആത്മാവിൻ്റെ ആത്മീയ ലഹരി സ്വതവേ തന്നെ കാണപ്പെടുന്നു. അവരുടെ മുഖത്ത് സദാ ആത്മീയ ലഹരിയും അഭിമാനവും തിളങ്ങുന്നു. എത്ര തന്നെ ആത്മീയ അഭിമാനം ഉണ്ടായിരിക്കുമോ അത്രയും തന്നെ നിശ്ചിന്ത ചക്രവർത്തി ആയിരിക്കും. ആത്മീയ അഭിമാനം, അതായത് ആത്മീയ ലഹരി, നിശ്ചിന്ത ചക്രവർത്തിയുടെ അടയാളമാണ്. അപ്പോൾ ചെക്ക് ചെയ്യൂ, എൻ്റെ പെരുമാറ്റത്തിലും മുഖത്തും നിശ്ചിന്ത ചക്രവർത്തിയുടെ നിശ്ചയവും ലഹരിയും ഉണ്ടോ? ദർപ്പണം എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഹൃദയത്തിൻ്റെ ദർപ്പണത്തിൽ തൻ്റെ മുഖം ചെക്ക് ചെയ്യൂ. ഏതെങ്കിലും പ്രകാരത്തിലുള്ള ചിന്തയില്ലല്ലോ. എന്ത് സംഭവിക്കും, എങ്ങനെ സംഭവിക്കും? ഇത് നടക്കുകയില്ല. ഏതെങ്കിലും സങ്കല്പം അവശേഷിച്ചിട്ടില്ലല്ലോ. നിശ്ചിന്ത ചക്രവർത്തിയുടെ സങ്കല്പം ഇതായിരിക്കും: എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവോ അത് വളരെ നല്ലത്. എന്ത് സംഭവിക്കാൻ പോകുന്നോ അത് കൂടുതൽ നല്ലതിലും നല്ലതായിരിക്കും. ഇതിനെയാണ് അഭിമാനം എന്ന് പറയുന്നത്. ആത്മീയ അഭിമാനം എന്നാൽ സ്വമാനധാരിയായ ആത്മാവ്. വിനാശി ധനം ഉള്ളവർ എത്ര സമ്പാദിക്കുന്നുവോ അത്രയും സമയമനുസരിച്ച് ചിന്തയിൽ ഇരിക്കുന്നു. താങ്കൾക്ക് തൻ്റെ ഈശ്വരീയ ഖജനാവുകളുടെ കാര്യത്തിൽ ചിന്തയുണ്ടോ? നിശ്ചിന്തമാണല്ലോ. കാരണം ആരാണോ ഖജനാവുകളുടെ അധികാരിയും പരമാത്മാവിൻ്റെ കുട്ടിയും ആയിരിക്കുന്നത്, അവർ സദാ തന്നെ സ്വപ്നത്തിൽ പോലും നിശ്ചിന്ത ചക്രവർത്തിയാണ്. കാരണം അവർക്ക് നിശ്ചയമുണ്ട്, ഈ ഈശ്വരീയ ഖജനാവ് ഈ ജന്മത്തിൽ എന്നല്ല, എന്നാൽ അനേകം ജന്മങ്ങളിൽ കൂടെയുണ്ട്, കൂടെ നിലനിൽക്കും.
അതിനാൽ അവർ നിശ്ചയബുദ്ധിയും നിശ്ചിന്തവുമാണ്. അപ്പോൾ ഇന്ന് ബാബ്ദാദ 4 ഭാഗത്തുമുള്ള കുട്ടികളുടെ ശേഖരണത്തിൻ്റെ കണക്ക് നോക്കുകയായിരുന്നു. വിശേഷിച്ച് 3 പ്രകാരത്തിലുള്ള കണക്കുകൾ ശേഖരിച്ചുവെന്നും അത് ചെയ്യുവാൻ സാധിക്കുമെന്നും മുൻപും കേൾപ്പിച്ചിട്ടുണ്ട്. ഒന്നാണ് തൻ്റെ പുരുഷാർത്ഥമനുസരിച്ച് ഖജനാവുകൾ ശേഖരിക്കുന്നത്. ഇത് ഒരു കണക്കാണ്. രണ്ടാമത്തെ കണക്കാണ് ആശീർവാദങ്ങളുടെ കണക്ക്. ആശീർവാദങ്ങളുടെ കണക്ക് ശേഖരിക്കപ്പെടുന്നതിനുള്ള ഉപാധിയാണ് സദാ സംബന്ധ സമ്പർക്കത്തിലും സേവനത്തിലും ആയിരിക്കുമ്പോഴും സങ്കല്പത്തിലും വാക്കിലും കർമ്മത്തിലും മൂന്നിലും സ്വയം തന്നോട് സന്തുഷ്ടം, മറ്റുള്ളവരും സർവരും സദാ സന്തുഷ്ടമാകണം. സന്തുഷ്ടത ആശീർവാദങ്ങളുടെ കണക്ക് വർദ്ധിപ്പിക്കുന്നു. മൂന്നാമത്തെ കണക്കാണ് പുണ്യത്തിൻ്റെ കണക്ക്. പുണ്യത്തിൻ്റെ കണക്കിനുള്ള ഉപാധിയാണ് ഏതെല്ലാം സേവനം ചെയ്യുന്നുവോ, മനസ്സുകൊണ്ടായാലും വാക്കുകൊണ്ടായാലും കർമ്മത്തിലൂടെ ആയാലും സംബന്ധത്തിലൂടെ സമ്പർക്കത്തിൽ വരുമ്പോഴായാലും സദാ നിസ്വാർത്ഥമായും പരിധിയില്ലാത്ത വൃത്തിയിലൂടെ സ്വഭാവത്തിലൂടെ ഭാവത്തിലൂടെ ഭാവനയിലൂടെ സേവനം ചെയ്യണം. ഇതിലൂടെ പുണ്യത്തിൻ്റെ കണക്ക് സ്വതവേ തന്നെ ശേഖരിക്കപ്പെടുന്നു. അപ്പോൾ ചെക്ക് ചെയ്യൂ. ചെക്ക് ചെയ്യുവാൻ അറിയാമോ? ആർക്ക് അറിയില്ലയോ അവർ കൈ ഉയർത്തൂ. അറിയാത്തവരായി ആരുമില്ല. അതിനർത്ഥം എല്ലാവർക്കും അറിയാം. അപ്പോൾ ചെക്ക് ചെയ്തുവോ? സ്വപുരുഷാർത്ഥത്തിൻ്റെ കണക്ക്, ആശീർവാദങ്ങളുടെ കണക്ക്, പുണ്യത്തിൻ്റെ കണക്ക്, മൂന്നിൻ്റെയും എത്ര % ശേഖരണമുണ്ടായി? ചെക്ക് ചെയ്തുവോ? ആരാണോ ചെക്ക് ചെയ്യുന്നത് അവർ കൈ ഉയർത്തു. ചെക്ക് ചെയ്യുന്നുണ്ടോ? ആദ്യത്തെ ലൈൻ ചെയ്യുന്നില്ലേ? ചെക്ക് ചെയ്യുന്നില്ലേ? എന്തു പറയുന്നു? ചെയ്യുന്നുണ്ടല്ലോ. കാരണം ബാബ്ദാദ കേൾപ്പിച്ചിട്ടുണ്ട്, സൂചന നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സമയത്തിൻ്റെ സമീപത തീവ്രഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ തൻ്റെ ചെക്കിംഗ് വീണ്ടും വീണ്ടും ചെയ്യേണ്ടതുണ്ട്. കാരണം ബാബ്ദാദ ഓരോ കുട്ടിയെയും രാജയോഗിയും രാജാവാകുന്ന കുട്ടിയുമായി കാണുവാൻ ആഗ്രഹിക്കുന്നു. പരമാത്മാ പിതാവിന് ഈ ആത്മീയ ലഹരിയുണ്ട്. ഓരോരോ കുട്ടിയും രാജാവാകുന്ന കുട്ടിയാണ്. സ്വരാജ്യ അധികാരിയും വിശ്വരാജ്യ അധികാരിയുമായ പരമാത്മാവിൻ്റെ കുട്ടികളാണ്. ഖജനാവുകളാണെങ്കിൽ ബാബ്ദാദയിലൂടെ ലഭിച്ചുകൊണ്ട് തന്നെയിരിക്കുന്നു. ഈ ഖജനാവുകളെ ശേഖരിക്കുന്നതിനുള്ള വളരെ സഹജമായ വിധിയാണ്. വിധി എന്ന് പറയാം, അല്ലെങ്കിൽ താക്കോൽ എന്ന് പറയാം. അത് അറിയുന്നുണ്ടല്ലോ. ശേഖരിക്കുവാനുള്ള താക്കോൽ എന്താണ് അറിയാമോ? 3 ബിന്ദുക്കൾ. എല്ലാവരുടെയും അടുക്കൽ താക്കോൽ ഉണ്ടല്ലോ. 3 ബിന്ദുക്കൾ ഇടൂ. ഖജനാവുകളുടെ ശേഖരണം ഉണ്ടായിക്കൊണ്ടിരിക്കും. മാതാക്കൾക്ക് താക്കോൽ തിരിക്കുവാൻ അറിയാമല്ലോ. മാതാക്കൾ താക്കോൽ സൂക്ഷിക്കുന്നതിൽ സമർത്ഥരാണല്ലോ. അപ്പോൾ എല്ലാ മാതാക്കളും ഈ 3 ബിന്ദുവിൻ്റെ താക്കോൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടോ? തിരിച്ചുവോ? പറയൂ മാതാക്കളെ, താക്കോലുണ്ടോ? ആരുടെ അടുക്കലുണ്ടോ അവർ കൈ ഉയർത്തു. താക്കോൽ മോഷണം പോകുന്നില്ലല്ലോ. പൊതുവെ വീട്ടിലെ ഓരോ വസ്തുക്കളുടെയും താക്കോൽ മാതാക്കൾക്ക് സൂക്ഷിക്കുവാൻ വളരെ നന്നായി അറിയാം. അപ്പോൾ ഈ താക്കോലും സദാ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ വർത്തമാന സമയത്ത് ബാബ്ദാദ ഇതാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ സമയം
സമീപം ആയത് സംബന്ധിച്ച് ബാപ്ദാദ ഒരു വാക്ക് എല്ലാ കുട്ടികളുടെയും ഉള്ളിൽ നിന്നും, സങ്കല്പത്തിൽ നിന്നും, വാക്കിൽ നിന്നും, പ്രാക്ടിക്കൽ കർമ്മത്തിൽ നിന്നും ചേഞ്ച് ചെയ്യുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്നു. ധൈര്യമുണ്ടോ? ബാപ്ദാദ ഓരോ കുട്ടിയുടെയും ഈ ഒരു വാക്ക് പരിവർത്തനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ആ ഒരേ ഒരു വാക്ക് വീണ്ടും വീണ്ടും തീവ്ര പുരുഷാർത്ഥത്തിൽ നിന്നും അലക്ഷ്യ പുരുഷാർത്ഥിയാക്കി മാറ്റുന്നു. ഇപ്പോൾ സമയമനുസരിച്ച് ഏതൊരു പുരുഷാർത്ഥമാണ് ആവശ്യം? തീവ്ര പുരുഷാർത്ഥം. എല്ലാവരും ആഗ്രഹിക്കുകയും ചെയ്യുന്നു തീവ്ര പുരുഷാർത്ഥികളുടെ ലൈനിൽ വരണം എന്ന്. എന്നാൽ ഒരു വാക്ക് അലക്ഷ്യമുള്ളവരാക്കുന്നു. ആ വാക്ക് ഏതാണ് എന്നറിയാമോ? പരിവർത്തനപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറാണോ? കൈ ഉയർത്തൂ. തയ്യാറാണോ? നോക്കൂ, താങ്കളുടെ ഫോട്ടോ TV-യിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. തയ്യാറാണ്. ശരി, ആശംസകൾ. ശരി, തീവ്ര പുരുഷാർത്ഥത്തിലൂടെ പരിവർത്തനപ്പെടുത്തണം. അതോ ചെയ്യാം, നോക്കട്ടെ എന്നല്ലല്ലോ. ഒരു വാക്ക് മനസ്സിലായിട്ടുണ്ടാകും, കാരണം എല്ലാവരും സമർത്ഥരാണ്. ആ ഒരു വാക്കാണ് കാരണം എന്ന വാക്കിനെ പരിവർത്തനപ്പെടുത്തി നിവാരണം എന്ന വാക്കിനെ മുന്നിൽ കൊണ്ടുവരൂ. കാരണം മുന്നിൽ വരുന്നതിലൂടെ, അഥവാ കാരണം ചിന്തിക്കുന്നതിലൂടെ നിവാരണം ഉണ്ടാകുന്നില്ല. അപ്പോൾ ബാപ്ദാദ കേവലം വാക്കുകളിൽ മാത്രമല്ല, എന്നാൽ സങ്കല്പതലം വരെ ഈ കാരണം എന്ന വാക്കിനെ നിവാരണത്തിലേക്ക് പരിവർത്തനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ കാരണം ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ളവ ഉണ്ട്. ആ കാരണം എന്ന വാക്ക് ചിന്തിക്കുന്നതിലും പറയുന്നതിലും കർമ്മത്തിലും വരുന്നതിൽ തീവ്ര പുരുഷാർത്ഥത്തിന് മുന്നിൽ ബന്ധനമായി മാറുന്നു. കാരണം ബാപ്ദാദയോടുള്ള നിങ്ങളേവരുടെയും വാഗ്ദാനമാണ്, സ്നേഹത്തോടെയുള്ള വാഗ്ദാനമാണ്. നമ്മളേവരും ബാബയുടെ വിശ്വപരിവർത്തനത്തിൻ്റെ കാര്യത്തിൽ കൂട്ടുകാരാണ്. ബാബയുടെ കൂട്ടുകാരാണ്. ബാബ ഒറ്റയ്ക്ക് ചെയ്യുന്നില്ല, കുട്ടികളെ കൂടെ കൂട്ടുന്നു. അപ്പോൾ വിശ്വപരിവർത്തനത്തിൻ്റെ കാര്യത്തിൽ താങ്കളുടെ കാര്യം എന്താണ്? സർവ ആത്മാക്കളുടെയും കാരണങ്ങൾക്കും നിവാരണമുണ്ടാക്കുക. കാരണം ഇക്കാലത്ത് മെജോറിറ്റിയും ദുഃഖിതരും അശാന്തവും ആയത് കാരണം ഇപ്പോൾ മുക്തി ആഗ്രഹിക്കുന്നു. ദുഃഖ അശാന്തിയിൽ നിന്നും സർവബന്ധനങ്ങളിൽ നിന്നും മുക്തി ആഗ്രഹിക്കുന്നു. മുക്തിദാതാവ് ആരാണ്? ബാബയോടൊപ്പം കുട്ടികളായ നിങ്ങളും മുക്തിദാതാവാണ്. താങ്കളുടെ ജഡചിത്രങ്ങളിൽ നിന്നും ഇപ്പോൾ വരെയും എന്താണ് ആവശ്യപ്പെടുന്നത്? ഇപ്പോൾ ദുഃഖ അശാന്തി വർദ്ധിക്കുന്നത് കണ്ട് മെജോറിറ്റി ആത്മാക്കളും മുക്തിദാതാവായ ആത്മാക്കളായ താങ്കളെ ഓർമ്മിക്കുന്നു. മനസ്സിൽ ദുഃഖിയായി നിലവിളിക്കുന്നു, ഹേ മുക്തിദാതാവേ, മുക്തി നൽകൂ. താങ്കൾക്ക് ആത്മാക്കളുടെ ദുഃഖത്തിൻ്റെയും അശാന്തിയുടെയും വിളി കേൾക്കുവാൻ കഴിയുന്നില്ലേ? എന്നാൽ മുക്തിദാതാവായി ആദ്യം ഈ കാരണം എന്ന വാക്കിന് മുക്തമാക്കൂ. അപ്പോൾ സ്വതവേ തന്നെ മുക്തിയുടെ ശബ്ദം താങ്കളുടെ കാതുകളിൽ മുഴങ്ങും. ആദ്യം തൻ്റെ ഉള്ളിൽ നിന്നും ഈ വാക്കിൽ നിന്നും മുക്തമാകുമെങ്കിൽ മറ്റുള്ളവരെയും മുക്തമാക്കുവാൻ സാധിക്കും. ഇപ്പോൾ ദിനം പ്രതിദിനം താങ്കളുടെ മുന്നിൽ മുക്തിദാതാവ് മുക്തി നൽകൂ എന്നതിൻ്റെ ക്യൂ ഉണ്ടാകുവാൻ പോകുന്നു. എന്നാൽ ഇപ്പോൾ വരെയും തൻ്റെ പുരുഷാർത്ഥത്തിൽ ഭിന്ന ഭിന്ന കാരണം എന്ന വാക്ക് കാരണം മുക്തിയുടെ വാതിൽ അടഞ്ഞിരിക്കുകയാണ്. അതിനാൽ ഇന്ന് ബാപ്ദാദ
ഈ വാക്കിൻ്റെ ഇതിനോടൊപ്പം മറ്റ് ദുർബലമായ വാക്കുകളും വരുന്നു. പ്രത്യേകിച്ചുള്ളത് കാരണം എന്നതാണ്. പിന്നെ അതിൽ മറ്റ് ദൗർബല്യങ്ങളുമുണ്ട്. ഇങ്ങനെ, അങ്ങനെ, എങ്ങനെ. ഇതും ഇതിൻ്റെ കൂടെയുള്ള വാക്കുകളാണ്. അത് വാതിൽ അടയുവാൻ കാരണമാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും ഹോളി ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണല്ലോ. എല്ലാവരും ഓടി ഓടി വന്നിരിക്കുകയാണ്. സ്നേഹത്തിൻ്റെ വിമാനത്തിൽ കയറി വന്നിരിക്കുകയാണ്. ബാബയോട് സ്നേഹമുണ്ട്. അപ്പോൾ ബാബയോടൊപ്പം ഹോളി ആഘോഷിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആശംസകൾ. വന്നത് നന്നായി. ബാബ്ദാദ ആശംസകൾ നൽകുന്നു. ബാബ്ദാദ കാണുകയാണ്. കസേരയിൽ വീൽ ചെയറിൽ സഞ്ചരിക്കുന്നവർ പോലും ആരോഗ്യം അല്പം കീഴ്മേൽ ആയിരുന്നിട്ടും ധൈര്യത്തോടെ എത്തിച്ചേർന്നു. ബാബ്ദാദ ഈ ദൃശ്യം കാണുന്നുണ്ട്. ഇവിടെ ക്ലാസ്സിൽ വരുന്നുവല്ലോ. പ്രോഗ്രാമിൽ വരുമ്പോൾ ചെയറിൽ സഞ്ചരിച്ചും വഴികാട്ടിയെ പിടിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ ഇതിനെ എന്തു പറയും? പരമാത്മാ സ്നേഹം. ബാബ്ദാദയും ഇങ്ങനെയുള്ള ധൈര്യശാലികളും ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമുള്ള കുട്ടികൾക്ക് വളരെ വളരെയധികം ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദങ്ങളും ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹവും വിശേഷിച്ച് നൽകുകയാണ്. ധൈര്യം വച്ച് വന്നിരിക്കുകയാണ്. ബാബയുടെയും പരിവാരത്തിൻ്റെയും സഹായം തീർച്ചയായുമുണ്ട്. എല്ലാവർക്കും അനുയോജ്യമായ സ്ഥാനം ലഭിച്ചുവോ? ആർക്ക് അനുയോജ്യമായ സ്ഥാനം ലഭിച്ചുവോ അവർ കൈ ഉയർത്തു. ഫോറിനേഴ്സിന് അനുയോജ്യമായത് ലഭിച്ചുവോ? മേള തന്നെയാണ്. അവിടെ മേളയിലാണെങ്കിൽ പൊടിയും പറന്നുകൊണ്ടിരിക്കുന്നു, ഭക്ഷണവും നൽകിക്കൊണ്ടിരിക്കുന്നു. താങ്കൾക്ക് നല്ല ബ്രഹ്മഭോജനം ലഭിക്കുന്നുണ്ടോ? നന്നായി കൈവീശിക്കൊണ്ടിരിക്കുകയാണ്. ഉറങ്ങുന്നതിന് വേണ്ടി 3 അടി ഭൂമി ലഭിച്ചുവോ? ഇങ്ങനെയുള്ള കൂടിക്കാഴ്ച വീണ്ടും 5000 വർഷത്തിന് ശേഷം സംഗമത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, പിന്നെ ഉണ്ടാവുകയില്ല. അപ്പോൾ ഇന്ന് ബാബ്ദാദയ്ക്ക് എല്ലാ കുട്ടികളുടെയും ശേഖരണത്തിൻ്റെ കണക്ക് നോക്കട്ടെ എന്ന സങ്കല്പം ഉണ്ട്. നോക്കുകയും ചെയ്തു, ഭാവിയിലും നോക്കും. കാരണം ബാബ്ദാദ ആദ്യമേ തന്നെ ഈ സൂചന കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട്. ശേഖരണത്തിൻ്റെ കണക്ക് സ്വരൂപിക്കാനുള്ള സമയം ഇപ്പോൾ സംഗമയുഗത്തിലാണ്. ഈ സംഗമയുഗത്തിൽ ഇപ്പോൾ എത്ര ശേഖരിക്കാൻ ആഗ്രഹിക്കുന്നുവോ മുഴുവൻ കൽപ്പത്തിലേക്കുമുള്ള കണക്ക് ഇപ്പോൾ ശേഖരിക്കുവാൻ സാധിക്കും. പിന്നീട് ശേഖരണത്തിൻ്റെ കണക്കിൻ്റെ ബാങ്ക് തന്നെ അടയും. പിന്നെ എന്തു ചെയ്യും? അതിനാൽ ബാബ്ദാദയ്ക്ക് കുട്ടികളോട് സ്നേഹമുണ്ടല്ലോ. അപ്പോൾ ബാബ്ദാദ അറിയുന്നുണ്ട്, കുട്ടികൾ അലക്ഷ്യത്തിൽ ഇടയ്ക്ക് മറന്നു പോകുന്നു. നടന്നുകൊള്ളും, നോക്കട്ടെ, നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വളരെ രസകരമായി പറയുന്നു. അങ്ങ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റെന്താണ് ചെയ്യേണ്ടത്? എന്നാൽ നടക്കുന്നതിലും പറക്കുന്നതിലും എത്രമാത്രം വ്യത്യാസമാണുള്ളത്. നടന്നുകൊണ്ടിരിക്കുകയാണ്, ആശംസകൾ. എന്നാൽ ഇപ്പോൾ നടക്കുന്നതിനുള്ള സമയം സമാപ്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറക്കുന്നതിനുള്ള സമയമാണ്. അപ്പോഴാണ് ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നത്. സാധാരണ പ്രജയിൽ വരുന്നത് ഭഗവാന്റെ കുട്ടി സാധാരണ പ്രജയാകുന്നത് ശോഭിക്കുമോ? ഇന്ന് ഹോളി ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ഹോളിയുടെ അർത്ഥമാണ് കഴിഞ്ഞത് കഴിഞ്ഞു.
അപ്പോൾ ഇന്നു മുതൽ ബാബ്ദാദ ഇത് ആഗ്രഹിക്കുന്നു: കഴിഞ്ഞത് കഴിഞ്ഞു. ഏതെങ്കിലും കാരണത്താൽ അഥവാ ഏതെങ്കിലും ദൗർബല്യം അവശേഷിച്ചിരിക്കുകയാണ് എങ്കിൽ ഈ നിമിഷം കഴിഞ്ഞതിനെ കഴിഞ്ഞതാക്കി തൻ്റെ ചിത്രം സ്മൃതിയിൽ കൊണ്ടുവരൂ. തൻ്റെ തന്നെ ചിത്രകാരനായി തൻ്റെ ചിത്രം വരയ്ക്കൂ. അറിയാമോ, ബാബ്ദാദ ഇപ്പോഴും ഓരോരോ കുട്ടിയുടെയും ഏതൊരു ചിത്രമാണ് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? അറിയാമോ, ഏത് ചിത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ എല്ലാവരും തൻ്റെ ചിത്രം വരയ്ക്കൂ. ചിത്രം വരയ്ക്കുവാൻ അറിയാമോ? അറിയാമല്ലോ. ശ്രേഷ്ഠ സങ്കല്പത്തിൻ്റെ പേന കൊണ്ട് തൻ്റെ ചിത്രം ഇപ്പോൾ തന്നെ മുന്നിൽ കൊണ്ടുവരൂ. ആദ്യം എല്ലാവരും ഡ്രിൽ ചെയ്യൂ. മൈൻഡ് ഡ്രിൽ. കർമ്മേന്ദ്രിയങ്ങളുടെ ഡ്രിൽ അല്ല, മനസ്സിൻ്റെ ഡ്രിൽ ചെയ്യൂ. റെഡി? ഡ്രിൽ ചെയ്യുന്നതിനായി റെഡിയാണ്. തലകുലുക്കൂ. നോക്കൂ, ഏറ്റവും ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായ ചിത്രമാണ് കിരീടം, സിംഹാസനം, തിലകധാരി എന്നതിൻ്റെ. അപ്പോൾ തൻ്റെ ചിത്രം മുന്നിൽ കൊണ്ടുവരൂ. മറ്റെല്ലാ സങ്കല്പങ്ങളും മാറ്റിവെച്ച് നോക്കൂ. താങ്കൾ ഏവരും ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനസ്ഥരാണ്. സിംഹാസനം ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള സിംഹാസനം എവിടെയും ലഭിക്കുകയില്ല. അപ്പോൾ ആദ്യം ഈ ചിത്രം വരയ്ക്കൂ. ഞാൻ വിശേഷ ആത്മാവാണ്, സ്വമാനധാരി ആത്മാവാണ്. ബാബ്ദാദയുടെ ആദ്യ രചനയായ ശ്രേഷ്ഠ ആത്മാവാണ്. ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനസ്ഥനാണ്. സിംഹാസനസ്ഥരായി കഴിഞ്ഞു. ഒപ്പം പരമാത്മാവിൻ്റെ രചന ഈ വൃക്ഷത്തിൻ്റെ വേരിൽ ഇരിക്കുന്ന പൂർവികനും പൂജ്യനുമായ ആത്മാവാണ്. ഈ സ്മൃതിയുടെ തിലകധാരിയാണ്. സ്മൃതിയുടെ തിലകം അണിഞ്ഞു. ഒപ്പം നിശ്ചിന്ത ചക്രവർത്തി. മുഴുവൻ ചിന്തയുടെയും ഭാരം ബാബ്ദാദയ്ക്ക് അർപ്പിച്ച് ഡബിൾ ലൈറ്റിൻ്റെ കിരീടധാരി. അപ്പോൾ കിരീടം, തിലകം, സിംഹാസനധാരി ഇങ്ങനെയുള്ള ബാബയുടെ, അതായത് പരമാത്മാവിൻ്റെ പ്രിയപ്പെട്ട ആത്മാവാണ്. അപ്പോൾ തൻ്റെ ഈ ചിത്രം വരച്ചു. സദാ ഈ ഡബിൾ ലൈറ്റിൻ്റെ കിരീടം നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ധാരണ ചെയ്യുവാൻ സാധിക്കും. എപ്പോഴെല്ലാം തൻ്റെ സ്വമാനം ഓർമ്മിക്കുമോ അപ്പോൾ ഈ കിരീടം, തിലകം, സിംഹാസനധാരിയായ ആത്മാവാണ്. തൻ്റെ ഈ ചിത്രം ദൃഢസങ്കല്പത്തിലൂടെ മുന്നിൽ കൊണ്ടുവരൂ. ഓർമ്മയുണ്ടോ, തുടക്കത്തിൽ താങ്കളുടെ അഭ്യാസം വീണ്ടും വീണ്ടും ഒരു വാക്കിൻ്റെ സ്മൃതിയിൽ ഇരിക്കുമായിരുന്നു. ആ ഒരു വാക്കായിരുന്നു ഞാൻ ആരാണ്. ഈ ഞാൻ ആരാണ് എന്ന വാക്ക് വീണ്ടും വീണ്ടും സ്മൃതിയിൽ കൊണ്ടുവരൂ. തൻ്റെ ഭിന്ന ഭിന്ന സ്വമാനം, ടൈറ്റിൽ, ഭഗവാനിൽ നിന്നും ലഭിച്ച ടൈറ്റിൽ. ഇക്കാലത്ത് ലോകർക്ക് അഥവാ മനുഷ്യനിൽ നിന്നും ടൈറ്റിൽ ലഭിച്ചാൽ പോലും എത്ര മഹത്വമുള്ളതായി മനസ്സിലാക്കുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ഭാവിയിലൂടെ എത്ര ടൈറ്റിൽ അഥവാ സ്വമാനം ലഭിച്ചിട്ടുണ്ട്. സദാ സ്വമാനത്തിൻ്റെ ലിസ്റ്റ് തൻ്റെ ബുദ്ധിയിൽ മനനം ചെയ്തുകൊണ്ടിരിക്കൂ. ഞാൻ ആരാണ് ലിസ്റ്റ് കൊണ്ടുവരൂ. ഈ ലഹരിയിൽ ഇരിക്കൂ. അപ്പോൾ ഏതൊരു കാരണം ആണോ ഉള്ളത് ആ വാക്ക് മെർജായി പോകും. നിവാരണം ഓരോ കർമ്മത്തിലും കാണപ്പെടുകയും ചെയ്യും. എപ്പോഴാണോ നിവാരണത്തിൻ്റെ സ്വരൂപമായി മാറുന്നത് അപ്പോൾ സർവ ആത്മാക്കൾക്കും നിർവാണധാമത്തിലും മുക്തിധാമത്തിലും സഹജമായി പോകാനുള്ള വഴി പറഞ്ഞുകൊടുത്ത് മുക്തമാക്കും. അപ്പോൾ ദൃഢസങ്കല്പം എടുക്കൂ. ദൃഢസങ്കല്പം എടുക്കുവാൻ അറിയാമോ? ദൃഢത എപ്പോഴാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ദൃഢത
സഫലതയുടെ താക്കോലാണ്. അല്പമെങ്കിലും ദൃഢസങ്കല്പത്തിൽ കുറവ് കൊണ്ടുവരരുത്. കാരണം മായയുടെ ജോലിയാണ് തോൽപ്പിക്കുക എന്നത്. താങ്കളുടെ ജോലി എന്താണ്? താങ്കളുടെ ജോലിയാണ് ബാബയുടെ കഴുത്തിലെ മാലയാവുക, മായയോട് തോൽക്കുക എന്നതല്ല. അപ്പോൾ എല്ലാവരും ഈ സങ്കല്പം എടുക്കൂ. ഞാൻ സദാ ബാബയുടെ കഴുത്തിലെ വിജയമാലയാണ്. കഴുത്തിലെ മാലയാണ്. കഴുത്തിലെ മാല വിജയി മാലയാണ്. അപ്പോൾ താങ്കൾ എന്താകും എന്ന് ബാബ്ദാദ കൈ ഉയർത്തിക്കുകയാണ് എങ്കിൽ എല്ലാവരും എന്ത് ഉത്തരം നൽകുന്നു? ഒരേ ഒരു ഉത്തരം നൽകുന്നു, ലക്ഷ്മി നാരായണൻ ആകും, രാമനും സീതയും അല്ല. അപ്പോൾ ലക്ഷ്മി നാരായണൻ ആകുന്ന നമ്മൾ ബാബ്ദാദയുടെ വിജയി മാലയിലെ മണികളാണ്, പൂജ്യ ആത്മാക്കളാണ്. ഭക്തർ താങ്കളുടെ മാലയിലെ മണി ജപിച്ച് ജപിച്ച് തൻ്റെ സമസ്യകളെ സമാപ്തമാക്കുന്നു. ഇങ്ങനെയുള്ള ശ്രേഷ്ഠ മണികളാണ്. അപ്പോൾ ഇന്ന് ബാബ്ദാദയ്ക്ക് എന്ത് നൽകും? ഹോളിയുടെ ഏതെങ്കിലും ഗിഫ്റ്റ് നൽകുമല്ലോ. ഈ കാരണം എന്ന വാക്ക്, ഈ എങ്കിൽ എങ്കിൽ എന്നതും കാരണം എന്നതും, എങ്കിൽ എങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ തത്തയായി മാറുമല്ലോ. എങ്കിൽ എങ്കിൽ എന്നതും പാടില്ല, ഇങ്ങനെ അങ്ങനെ എന്നതും പാടില്ല. ഒരു പ്രകാരത്തിലുമുള്ള കാരണവും പാടില്ല. നിവാരണം. ശരി, ബാബ്ദാദ ഓരോരോ കുട്ടിക്കും സമാനം ആകുന്നതിൻ്റെ ശ്രേഷ്ഠ സങ്കല്പം നടത്തുന്നതിൻ്റെ കോടി കോടി മടങ്ങ് ആശംസകൾ നൽകുകയാണ്. ആശംസകൾ, ആശംസകൾ, ആശംസകൾ. ലഹരി ഉണ്ടല്ലോ. നമ്മുടെ അത്രയും കോടി കോടി ഭാഗ്യവാൻ ആരാണുള്ളത്? ഈ ലഹരിയിലിരിക്കൂ. ശരി, ഇപ്പോൾ ഒരു സെക്കൻഡിൽ എല്ലാ ബ്രാഹ്മണരും തൻ്റെ രാജയോഗത്തിൻ്റെ അഭ്യാസം ചെയ്തുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കുന്നതിൻ്റെ അധികാരിയായി മനസ്സിനെ എവിടെ ആഗ്രഹിക്കുന്നുവോ, എത്ര സമയം ആഗ്രഹിക്കുന്നുവോ, എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അതേപോലെ ഇപ്പോൾ മനസ്സിനെ ഏകാഗ്രമാക്കൂ. എവിടെയും മനസ്സ് അവിടെയും ഇവിടെയും ചഞ്ചലമാകരുത്. എൻ്റെ ബാബ, മധുരമായ ബാബ, പ്രിയപ്പെട്ട ബാബ, ഈ സ്നേഹത്തിൻ്റെ കൂട്ടുകെട്ടിൻ്റെ നിറത്തിൻ്റെ ആധ്യാത്മിക ഹോളി ആഘോഷിക്കൂ. ഡ്രിൽ ചെയ്യിച്ചു. ശരി, 4 ഭാഗത്തുമുള്ള ശ്രേഷ്ഠവും വിശേഷിച്ച് ഹോളിയും ഹയസ്റ്റുമായ കുട്ടികൾക്ക് സദാ സ്വയം തന്നെ ബാബയ്ക്ക് സമാനം സർവശക്തികൾ കൊണ്ടും സമ്പന്നമായ മാസ്റ്റർ സർവശക്തിവാനായി അനുഭവിക്കുന്നവർക്ക് സദാ ഓരോ ദൗർബല്യങ്ങളിൽ നിന്നും മുക്തമായി അന്യ ആത്മാക്കൾക്കും മുക്തി നേടിക്കൊടുക്കുന്ന മുക്തിദാതാവായ കുട്ടികൾക്ക് സദാ സ്വമാനത്തിൻ്റെ സീറ്റിൽ സെറ്റായിരിക്കുന്നവർക്ക് സദാ അമർ ഭവ എന്ന വരദാനത്തിൻ്റെ അനുഭവ സ്വരൂപമായിരിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള 4 ഭാഗത്തുമുള്ള മുന്നിലിരിക്കുന്നവർക്കും ദൂരെ ഇരുന്നു കൊണ്ടും സ്നേഹത്തിൽ അലിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് സ്നേഹസ്മരണകൾ, തൻ്റെ ഉന്മേഷവും ഉത്സാഹവും പുരുഷാർത്ഥത്തിൻ്റെ സമാചാരവും നൽകുന്നവർക്ക് ബാബ്ദാദയുടെ വളരെ വളരെയധികം ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ. ഹൃദയത്തിൽ നിന്നുള്ള കോടി കോടി മടങ്ങ് സ്നേഹസ്മരണകൾ സ്വീകരിച്ചാലും എല്ലാ രാജയോഗികളും രാജ്യ അധികാരികളുമായ കുട്ടികൾക്ക് നമസ്തേ. വരദാനം. ഓൾമൈറ്റി ശക്തിയുടെ ആധാരത്തിൽ ആത്മാക്കളെ സമൃദ്ധമാക്കുന്ന പുണ്യ ആത്മാവായി ഭവിക്കട്ടെ. ഇതുപോലെ ദാനപുണ്യത്തിൻ്റെ ശക്തിയുള്ള കാമനകളുള്ള രാജാക്കന്മാരിൽ
ശക്തിയുടെ ഫുൾ പവർ ഉണ്ടായിരുന്നു. ആ പവറിൻ്റെ ആധാരത്തിൽ ആരെയും എന്തും ആക്കി മാറ്റാം. ഇതേപോലെ മഹാദാനിയും പുണ്യ ആത്മാക്കളുമായ താങ്കൾക്ക് ഡയറക്റ്റ് ബാബയിലൂടെ പ്രകൃതിജീത്തിൻ്റെയും മായാജീത്തിൻ്റെയും വിശേഷ ശക്തി ലഭിച്ചിട്ടുണ്ട്. താങ്കൾക്ക് തൻ്റെ ശുദ്ധ സങ്കല്പത്തിൻ്റെ ആധാരത്തിലൂടെ ഏതൊരു ആത്മാവിൻ്റെയും സംബന്ധം ബാബയുമായി യോജിപ്പിച്ച് സമൃദ്ധമാക്കി മാറ്റുവാൻ സാധിക്കും. കേവലം ഈ ശക്തിയെ യഥാർത്ഥ രീതിയിൽ യൂസ് ചെയ്യൂ. സ്ലോഗൻ: എപ്പോഴാണോ താങ്കൾ സമ്പൂർണതയുടെ അനുമോദനങ്ങൾ ആഘോഷിക്കുന്നത്, അപ്പോൾ സമയവും പ്രകൃതിയും മായയും വിടവാങ്ങും. അവ്യക്ത സൂചന: ഇപ്പോൾ സമ്പന്നവും കർമാതീതവും ആകുന്നതിൻ്റെ ഈണം മുഴക്കൂ. എപ്പോഴാണോ മനസ്സും ബുദ്ധിയും കർമ്മത്തിൽ വളരെ ബിസിയാകുന്നത്, ആ സമയത്ത് ഡയറക്ഷൻ നൽകൂ. ഫുൾ സ്റ്റോപ്പ്. കർമ്മത്തിൻ്റെ സങ്കല്പവും സ്റ്റോപ്പ് ആകണം. ഈ പ്രാക്ടീസ് ഒരു സെക്കൻഡിലേക്കെങ്കിലും ചെയ്യൂ. എന്നാൽ അഭ്യാസം ചെയ്തുകൊണ്ടേയിരിക്കൂ. കാരണം അന്തിമ സർട്ടിഫിക്കറ്റ് ഒരു സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിലൂടെ തന്നെയാണ് ലഭിക്കുന്നത്. സെക്കൻഡിൽ വിസ്താരത്തെ ഒതുക്കൂ. സാരസ്വരൂപമായി മാറൂ. ഈ അഭ്യാസം കർമാതീതം ആക്കി മാറ്റും. ഓം ശാന്തി. ബാബാ സ്നേഹത്തിൻ മഴയായി പെയ്തു നീ എന്നുള്ളിൽ, പാവന പ്രണയത്തിൻ പുഴയായി കടലായി. സ്നേഹത്തിൻ മഴയായി പെയ്തു നീ എന്നുള്ളിൽ, പാവന പ്രണയത്തിൻ പുഴയായി കടലായി. അലിവോടെ അറിവോടെ അകതാരിൽ നിറയുനി അനുരാഗത്തിരയിൽ അലിയുന്നു ഞാൻ. സ്നേഹത്തിൻ മഴയായി പെയ്തു നീ എന്നുള്ളിൽ, പാവന പ്രണയത്തിൻ പുഴയായി കടലായി. ഇത്ര നാൾ കാത്തു നിൻ കാലൊച്ച കേൾക്കുവാൻ, ഇത്ര നാൾ എന്തേ മറഞ്ഞു നിന്നു. ഇത്ര നാൾ കാത്തു നിൻ കാലൊച്ച കേൾക്കുവാൻ, ഇത്ര നാൾ എന്തേ മറഞ്ഞു നിന്നു. കണ്ണുകളെന്നും കാണാൻ കൊതിച്ചപ്പോൾ, കണ്ണുകളെന്നും കാണാൻ കൊതിച്ചപ്പോൾ, കൺമറയാതിൻ നീലണഞ്ഞു.
എത്ര നാൾ മീട്ടിയൻ ഹൃദയവീണയിൽ എത്ര നാൾ എന്തേ നീ കേട്ടതില്ല. എത്ര നാൾ മീട്ടിയൻ ഹൃദയവീണയിൽ ഇത്ര നാൾ എന്തേ നീ കേട്ടതില്ല. മാനസമെന്നും അലിയാൻ കൊതിച്ചപ്പോൾ, മാനസമെന്നും അലിയാൻ കൊതിച്ചപ്പോൾ മധുര പ്രണയത്തിൻ സ്വരഗംഗയായി നീ. കടലായി അലിവോടെ അറിവോടെ അകതാരിൽ നിറയും അനുരാഗത്തിരയിൽ അലിയുന്നു.